കുട്ടനാട്ടിലെ കർഷകരെ പാടെ അവഗണിച്ച ബജറ്റാണ് ധനമന്ത്രി KN ബാലഗോപാൽ അവതരിപ്പിച്ചതെന്ന് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് സജി ജോസഫ്. എടത്തുവായിൽ KCV ന്യൂസിനോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കുട്ടനാടിനെ പാടെ അവഗണിച്ച ബഡ്ജറ്റാണ് ധനകാര്യ വകുപ്പ് മന്ത്രി ബാലഗോപാൽ ഇന്ന് നിയമസഭയിൽ അവതരിപ്പിച്ചത്. കുട്ടനാട്ടിലെ നെൽകർഷകരുടെ ദീർഘകാലത്തെ ആവശ്യമായിരുന്നു കർഷകർ ഉൽപ്പാദിപ്പിക്കുന്ന നെല്ലിൻ്റെ പണം അനുവദിപ്പിക്കുന്നതിന് വേണ്ടി ബഡ്ജറ്റിൽ പണം ബഡ്ജറ്റിൽ അനുവദിക്കണമെന്നുള്ളത്. എന്നാൽ അതിനുവേണ്ടി ഒരു രൂപ പോലും ഈ ബഡ്ജറ്റിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അതുപോലെ തന്നെ താറാവ് കർഷകരെ പാടെ അവഗണിക്കുന്ന സമീപനം, അവരുടെ കഴിഞ്ഞ കാലം നഷ്ടപരിഹാരത്തിന് വേണ്ടിയുള്ള ഒരു തുക ഈ ബഡ്ജറ്റിൽ അനുവദിച്ചിട്ടില്ല. അതുപോലെ തന്നെ കഴിഞ്ഞ ബഡ്ജറ്റിൽ രണ്ടാം കുട്ടനാട് പാക്കേജ് അനുവദിച്ചു എന്ന് പറഞ്ഞു. എന്നാൽ ഒരു വർഷം കഴിഞ്ഞിട്ട് പോലും ആ രണ്ടാം കുട്ടനാട് പാക്കേജ് നടപ്പിലാക്കുന്നത് എങ്ങനെയാണ്, അതിനുവേണ്ടി പണം അനുവദിക്കാൻ ഈ ഗവൺമെൻറ് തയ്യാറായിട്ടില്ല. കുട്ടനാട്ടിലെ മുഴുവൻ അടിസ്ഥാന ആവശ്യങ്ങൾ മുഴുവൻ, പ്രത്യേകിച്ച് കുടിവെള്ളത്തിന് വേണ്ടി, കുടിവെള്ളം വലിയ രൂക്ഷമായ പ്രതിസന്ധിയിലാണ് കുട്ടനാട്ടിൽ നിൽക്കുന്നത്. അത് കുടിവെള്ള ക്ഷാമം പരിഹരിക്കുന്നതിന് വേണ്ടി യാതൊരു നടപടിയും സ്വീകരിച്ചില്ല. കുട്ടനാട്ടിലെ നെൽകർഷകരുടെ ആവശ്യമായിരുന്ന സംഭരണ വില ബജറ്റിൽ ഉൾക്കൊള്ളിക്കാൻ ഇത്തവണയും സർക്കാർ തയ്യാറായില്ല. പക്ഷിപ്പനി മൂലം നൂറുകണക്കിന് താറാവ് കർഷകർക്ക് അവരുടെ ജീവനോപാധി നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അവർക്ക് വേണ്ടി ഒരു പ്രത്യേക പദ്ധതി ആവിഷ്കരിക്കാനോ നഷ്ടപരിഹാര പാക്കേജ് പ്രഖ്യാപിക്കാനോ ഈ സർക്കാർ മുതിർന്നില്ല. കുട്ടനാട് നേരിടുന്ന കുടിവെള്ള പ്രതിസന്ധിക്ക് പരിഹാരം കാണാൻ ഇത്തവണയും പണം നീക്കിവച്ചിട്ടില്ല. 2447.6 കോടിയുടെ രണ്ടാം കുട്ടനാട് പാക്കേജ് പ്രഖ്യാപിച്ചിട്ട് 4 വർഷം കഴിഞ്ഞിട്ടും ഒരു പ്രവൃത്തി പോലും പൂർത്തിയാക്കാൻ ഇടതുപക്ഷ സർക്കാരിന് കഴിഞ്ഞിട്ടില്ല. കുട്ടനാടിനെ പ്രഖ്യാപനങ്ങൾ നടത്തി വഞ്ചിക്കുന്ന നിലപാട് ഇനിയെങ്കിലും സർക്കാർ അവസാനിപ്പിക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ലൈഫ് ഭവന പദ്ധതിയുടെ ഫണ്ട് വെട്ടിക്കുറച്ച് പാവപ്പെട്ടവരുടെ വീടെന്ന സ്വപ്നം തച്ചു തകർക്കുന്ന വഞ്ചനാപരമായ നിലപാടാണ് ഇടതു സർക്കാരിൻ്റെതെന്ന് KPCC ജനറൽ സെക്രട്ടറി MJ ജോബ് കുട്ടനാട് നോർത്ത് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വെളിയനാട് ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിന് മുമ്പിൽ നടത്തിയ ധർണാ സമരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ആലപ്പുഴ ജില്ലയിൽ വിവിധ കേന്ദ്രങ്ങളിൽ ലൈഫ് പദ്ധതിയിൽ ഫ്ളാറ്റ് നിർമ്മിക്കുവാൻ തറക്കല്ലിട്ട് ഉദ്ഘാടനം നടത്തി വർഷങ്ങൾ കഴിഞ്ഞിട്ടും രണ്ടാമതൊരു കല്ലുകൂടി അതിന് മുകളിൽ വയ്ക്കുവാൻ സർക്കാരിന് കഴിഞ്ഞിട്ടില്ല എന്നും വെളിയനാട് ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിലുള്ള താലൂക്ക് ആശുപത്രി, വെളിയനാട് CHSC എന്നിവയുടെ പുനർനിർമ്മാണം പ്രഖ്യാപിച്ചിട്ട് 5 വർഷം കഴിഞ്ഞിട്ടും ഒരു രൂപ പോലും ഇതുവരെ അനുവദിപ്പിക്കുവാൻ ഭരണസമിതിക്കോ കുട്ടനാട് MLAക്കോ കഴിഞ്ഞില്ല എന്നത് വലിയ വീഴ്ചയാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഇന്ന് കേരളത്തിൽ ഈ വീടിന് വേണ്ടി അപേക്ഷിച്ച പഞ്ചായത്തുകളുടെ പുറകിൽ നടക്കുന്ന പഞ്ചായത്ത് ഓഫീസർമാരുണ്ടല്ലോ, എത്ര പേർക്ക് കൊടുക്കാൻ കഴിയുന്നു? ഈ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ഈ പഞ്ചായത്തുകൾക്ക് ഇന്നലകളിൽ കൊടുത്തിരുന്ന ഒരു ആനുകൂല്യവും ഗ്രാൻഡും കൊടുക്കാത്ത നിവർത്തികെട്ട അവസ്ഥയിൽ ഗവൺമെന്റ് നിൽക്കുകയാണ്. അടുത്ത 1-2 മാസത്തിനുള്ളിൽ സർക്കാർ ജീവനക്കാർക്ക് പോലും ശമ്പളം കിട്ടാത്ത അവസ്ഥ ഉണ്ടാകാൻ പോവുകയാണ്. അപ്പൊ അങ്ങനെ ശമ്പളം കൊടുക്കാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടാകുന്നതിന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ ഊരാളുങ്കൽക്കാരെ കൊണ്ടുണ്ടാക്കിച്ച ഈ റോഡുണ്ടല്ലോ, 483 കോടി രൂപയ്ക്ക് നിർമ്മിക്കാൻ തീരുമാനിച്ച റോഡാ. 1300 ശിഷ്ടം രൂപ കഴിഞ്ഞു ഇതിന്റെ പരിപാടി. ഈ ഊരാളുങ്കൽ സൊസൈറ്റി, ആ സൊസൈറ്റി എന്ന് പറഞ്ഞാൽ മാർക്സിസ്റ്റ് പാർട്ടിയുടെ പിണറായി വിജയന്റെ പോക്കറ്റ് സൊസൈറ്റിയാണ്. അതിൽ ഈ കുട്ടനാട് ഈ റോഡ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നു. ഇതിന്റെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാലേ ആ പൊങ്ങി നിൽക്കുന്ന പ്രദേശത്തെല്ലാം ഫ്ലൈ ഓവർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് CV രാജീവ് അധ്യക്ഷത വഹിച്ചു. DCC വൈസ് പ്രസിഡന്റ് സജി ജോസഫ് മുഖ്യപ്രഭാഷണം നടത്തി. മാമ്പഴക്കരി പാലത്തിന് സമീപത്തു നിന്ന് തുടങ്ങിയ മാർച്ച് DCC ജനറൽ സെക്രട്ടറി PT സ്കറിയ ഉദ്ഘാടനം ചെയ്തു. DCC ജനറൽ സെക്രട്ടറിമാരായ അഡ്വക്കേറ്റ് പ്രതാപൻ പറവേലി, പ്രമോദ് ചന്ദ്രൻ, UDF ചെയർമാൻ ജോസഫ് ചേക്കോടൻ, CB മൂലങ്കുന്നം, G സൂരജ്, മനോജ് രാമമന്ദിരം, ബ്ലസ്റ്റൺ തോമസ് തുടങ്ങിയവർ സംസാരിച്ചു. ഉൽപാദന ചെലവിന് ആനുപാതികമായി നെല്ലുവില 40 രൂപയാക്കി ഉയർത്തണമെന്നാവശ്യപ്പെട്ട് കേരളമെമ്പാടുമുള്ള കർഷകർ സങ്കുചിത രാഷ്ട്രീയത്തിന് അതീതമായി സെക്രട്ടേറിയറ്റ് നടയിൽ നിരാഹാരം ഇരുന്നിട്ടും ബജറ്റിൽ വില വർദ്ധിപ്പിക്കാത്ത പിണറായി സർക്കാർ നെൽ കർഷകരെ അവഗണിക്കുകയാണെന്ന് നെൽ കർഷക സംരക്ഷണ സമിതി. നിലവിൽ
നിലവിലുള്ള സിവിൽ സപ്ലൈ സംഭരണ സംവിധാനം അട്ടിമറിച്ച് സ്വകാര്യ കുത്തക കമ്പനിക്കാരെ സംഭരണമേൽപ്പിക്കാൻ ഏകാംഗ ബേബി കമ്മീഷന്റെ മറവിൽ 150 കോടി വക ഒളിച്ചുകൊണ്ട് നെൽകർഷകരെ ചവിട്ടി അരയ്ക്കുകയാണ്. കഴിഞ്ഞ 4 വർഷങ്ങളായി കേന്ദ്ര ഗവൺമെന്റ് വർദ്ധിപ്പിച്ച നെല്ലിന്റെ താങ്ങുവില നിഷേധിക്കപ്പെടുന്ന കർഷകർ ബജറ്റിനെ വളരെ പ്രതീക്ഷയോടുകൂടിയാണ് നോക്കിക്കണ്ടത്. കഴിഞ്ഞ ദിവസം വർദ്ധിപ്പിച്ച IRC തീരുമാനപ്രകാരമുള്ള കൂലി വർധനവ് താങ്ങാനാവാതെ നട്ടം തിരിയുകയാണ് കർഷകർ. നെല്ലുവില ഉയർത്തിയില്ലെന്ന് മാത്രമല്ല, ഭൂമിയുടെ അടിസ്ഥാന നികുതി വർദ്ധിപ്പിക്കുകയും കൂടി ചെയ്തപ്പോൾ കർഷകർക്ക് ഇത് ഇരട്ടടി കൂടി സമ്മാനിച്ചിരിക്കുകയാണ്. കാർഷിക മേഖലയിലെ അടിസ്ഥാന ഭൂനികുതിയായിരുന്ന 328 രൂപയ്ക്ക് പകരം 50% അധികം നൽകേണ്ടി വരുന്ന നെൽകർഷകർ ഈ ഇനത്തിൽ 492 രൂപ കണ്ടെത്തേണ്ടി വരും. കൂടാതെ കർഷക തൊഴിലാളി ക്ഷേമനിധി ഇനത്തിൽ 41 രൂപയാണ് കർഷകരുടെ വിഹിതം. ഇനി മുതൽ ഏക്കർ ഒന്നിന് ഇതിനായി 533 രൂപ കണ്ടെത്തേണ്ടി വരും. IRC തീരുമാനപ്രകാരം വർദ്ധിപ്പിച്ച കൂലിയുടെ ഇനത്തിൽ 1 കിൻഡൽ നെല്ലിന്റെ വിലയിൽ 85 രൂപയോളം നഷ്ടം അനുഭവിക്കേണ്ട കർഷകർ അടിസ്ഥാന ഭൂനികുതി കൂടി വർദ്ധിപ്പിച്ചതോടെ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിൽ ആയിരിക്കുകയാണ്. ബജറ്റിൽ നെൽകർഷകരെ അവഗണിച്ചതിൽ പ്രതിഷേധിച്ച് വെള്ളിയാഴ്ച വൈകിട്ട് 5 മണിക്ക് പാടി മാർക്കറ്റിംഗ് ഓഫീസിന്റെ മുന്നിൽ ബജറ്റിന്റെ കോപ്പി കത്തിച്ച് കർഷകർ പ്രതിഷേധിച്ചു. സമരം NKSS വൈസ് പ്രസിഡന്റ് ലാലിച്ചൻ പള്ളിവാതുക്കൽ അധ്യക്ഷത വഹിച്ചു. NKSS സംസ്ഥാന പ്രസിഡന്റ് റജീന അഷറഫ് ധർണ ഉദ്ഘാടനം ചെയ്തു. സത്യത്തിൽ സജി ചെറിയാൻ നമ്മളോട് നെൽകൃഷി ഇവിടെ വേണ്ട എന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ ജനറൽ സെക്രട്ടറി പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ഒരുപാട് അദ്ദേഹത്തെ വിമർശിച്ചു. സത്യത്തിൽ അദ്ദേഹം ചെയ്തത് എന്താണ്? ഇടതുപക്ഷ സർക്കാരിന്റെ നയം വ്യക്തമാക്കുക മാത്രമാണ് അദ്ദേഹം ചെയ്തത്. നമ്മുടെ നെൽവില കൂട്ടുന്നതിനായി ചർച്ച ഉറപ്പാക്കി തരാം, നെൽവില കൂട്ടുന്ന കാര്യത്തിൽ തീരുമാനമുണ്ടാക്കി തരാം എന്ന് പറഞ്ഞ സിവിൽ സപ്ലൈസ് മന്ത്രിക്ക് ഈ ബഡ്ജറ്റിനെ പറ്റി എന്താണ് പറയുവാനുള്ളത്? അതുപോലെ നമ്മുടെ വകുപ്പിന്റെ തലവനായ കൃഷി മന്ത്രിക്ക് സത്യത്തിൽ കർഷകരുടെ യാതൊരു ആവശ്യങ്ങൾക്കും മുൻതൂക്കം നൽകാത്ത, നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റി തരുവാനുള്ള ആർജവമില്ലാത്ത നമ്മുടെ കൃഷി മന്ത്രിക്ക് ഈ ബഡ്ജറ്റിനെ പറ്റി എന്താണ് പറയുവാനുള്ളത്? രക്ഷാധികാരി VJ ലാലി, സാമീപ്പൻ, ജോസ് കാവനാട്, PR സതീശൻ, P വേലായുധൻ നായർ, KB മോഹനൻ, സണ്ണിച്ചൻ മേപ്രാൾ, ഷാജി പണിക്കർ പറമ്പിൽ തുടങ്ങിയവർ സംസാരിച്ചു. കുട്ടനാടിനെയും നെൽകർഷകരെയും പൂർണ്ണമായും നിരാശയിലാഴ്ത്തുന്ന ബജറ്റാണ് ധനമന്ത്രി KN ബാലഗോപാൽ അവതരിപ്പിച്ച ബജറ്റെന്ന് കേരള കോൺഗ്രസ് ജേക്കബ് വിഭാഗം ഉന്നതാധികാര സമിതി അംഗം നൈനാൻ തോമസ് മുളപ്പാവണം. കുട്ടനാട് നിയോജകമണ്ഡലത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാണ് കുടിവെള്ളക്ഷാമം. അതുപോലെ തന്നെ നെൽകർഷകർ അഭിമുഖീകരിക്കുന്ന നിരവധി വിഷയങ്ങൾ. ഈ വിഷയങ്ങളൊന്നും തന്നെ കേരള ബഡ്ജറ്റിൽ പ്രതിപാദിച്ചിട്ടില്ല. 2022-23 ബഡ്ജറ്റിൽ കുട്ടനാട്ടിലെ കുടിവെള്ളക്ഷാമം പരിഹരിക്കുവാനായി നീരേറ്റുപുറം പ്ലാന്റിൻ്റെ സംഭരണശേഷി ഉയർത്തുമെന്നും പ്ലാന്റിൻ്റെ കപ്പാസിറ്റി വർദ്ധിപ്പിക്കും എന്നും പറഞ്ഞ് ബഡ്ജറ്റിൽ തുക ഒളിക്കുകയും 2025 കുട്ടനാട്ടിലെ കുടിവെള്ളക്ഷാമം പൂർണ്ണമായും പരിഹരിക്കും എന്ന് പ്രഖ്യാപിച്ചതാണ്. എന്നാൽ നാളിതുവരെയായിട്ടും പദ്ധതി പ്രവർത്തനങ്ങൾ നടത്തുവാനോ കുട്ടനാട്ടിലെ കുടിവെള്ളക്ഷാമം പരിഹരിക്കുന്നതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കുവാനോ ബഡ്ജറ്റിൽ തുക മാറ്റിവെച്ചിട്ടുകൂടി സാധിച്ചിട്ടില്ല എന്നത് ഏറെ ഖേദകരമാണ്. നെൽകർഷകർ നിരന്തരം ആവശ്യപ്പെട്ടുകൊണ്ടിരുന്ന പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് നെല്ല് സംഭരിക്കുമ്പോൾ തന്നെ നെല്ലിൻ്റെ തുക കർഷകർക്ക് അവരുടെ അക്കൗണ്ടിലേക്ക് എത്തിക്കണം. അതിനായി ബഡ്ജറ്റിൽ പ്രധാനമായും നെല്ല് സംഭരണത്തിനായി റിവോൾവിംഗ് ഫണ്ട് മാറ്റിവെക്കണം എന്ന് പ്രത്യേകമായി നിരന്തരം ആവശ്യപ്പെട്ടിട്ടുള്ളതാണ്. കുട്ടനാട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമായ കുടിവെള്ളക്ഷാമം പരിഹരിക്കുവാനും നെൽകർഷകർ നിരന്തരം ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന നെല്ല് സംഭരണത്തിനായി റിവോൾവിംഗ് ഫണ്ട് മാറ്റിവെക്കണം എന്നതും നിരാകരിച്ചിരിക്കുകയാണ്. രാജ്യത്തെ അടിസ്ഥാന വർഗമായ കർഷകരെ സംരക്ഷിക്കുവാൻ ബജറ്റിൽ പ്രത്യേകമായി തുക മാറ്റിവെക്കാത്തത് നിരാശാജനകവും കർഷക ദ്രോഹവുമാണെന്ന് നൈനാൻ തോമസ് പറഞ്ഞു. അനാസ്ഥയുടെ നൂലാമാല കുരുക്കിൽ കുരുങ്ങി പുതിയ അംഗൻവാടി കെട്ടിടം. പായിപ്പാട് ഗ്രാമപഞ്ചായത്ത് 6ാം വാർഡിൽ വള്ളവൻചിറയിൽ നിർമ്മിച്ച അംഗൻവാടിയാണ് നിർമ്മാണം പൂർത്തിയായിട്ടും കുട്ടികൾക്ക് തുറന്നു കൊടുക്കാതെ അടച്ചിട്ടിരിക്കുന്നത്. തൃക്കുടിത്താനം പായിപ്പാട് പഞ്ചായത്തുകളുടെ അതിർത്തി മേഖലയാണ് ഇവിടം. സ്വകാര്യ വ്യക്തി സൗജന്യമായി നൽകിയ സ്ഥലത്താണ് ജോബ് മൈക്കിൾ MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും 16.5 ലക്ഷം രൂപ ചെലവഴിച്ച് അംഗൻവാടി നിർമ്മിച്ചത്. ബ്ലോക്ക് പഞ്ചായത്തിൽ നിന്നുള്ള ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ലഭിക്കാത്തതാണ് തുറന്നു കൊടുക്കാത്തതെന്ന് പായിപ്പാട് പഞ്ചായത്ത് പറയുന്നത്.
വൈദ്യുതീകരണം നടത്തിയതിനു ശേഷമേ സർട്ടിഫിക്കറ്റ് ലഭിക്കൂ. കെട്ടിടത്തിലെ വൈദ്യുതീകരണത്തിനും പ്ലംബിംഗ് ജോലികൾക്കുമായി പഞ്ചായത്ത് തുക വകയിരുത്തിയിട്ടുണ്ടെന്നും ഉടനെ നിർമ്മാണം പൂർത്തിയാക്കി തുറന്നു കൊടുക്കുമെന്നും പറഞ്ഞു. പുതിയ കെട്ടിടം പൂട്ടിക്കിടക്കുന്നത് കാരണം സമീപ വാർഡുകളിലെ അംഗൻവാടികളെയാണ് കുട്ടികളും രക്ഷിതാക്കളും ആശ്രയിക്കുന്നത്. കഴിഞ്ഞ ഫെബ്രുവരിയിൽ ഉദ്ഘാടനം നിർവഹിക്കുകയുണ്ടായി. അതായത് പാർലമെന്റ് ഇലക്ഷന് തൊട്ട് മുൻപ് ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. പക്ഷെ നാളെ ഇതുവരെയായിട്ടും അതിനാവശ്യമായ വെള്ളവും കരണ്ടും ലഭ്യമാക്കിയിട്ടില്ല. ഞാൻ പഞ്ചായത്തിൽ അന്വേഷിച്ചപ്പോൾ അതിനുവേണ്ടിയുള്ള പ്രോജക്റ്റ് നാളിതുവരെയായിട്ടും പാസ്സാക്കിയിട്ടുമില്ല, പ്രോജക്റ്റ് തയ്യാറാക്കിയിട്ടുമില്ല. ഏതായാലും കൊള്ളാം, ഏതാണ്ട് 1 വർഷത്തോളമായി ഈ അംഗനവാടി ഇവിടെ പ്രവർത്തനരഹിതമായി സ്ഥിതി ചെയ്യുന്നു. ഇവിടെ സമീപത്തുള്ള കുട്ടികളെല്ലാം തൃക്കുടത്താനം പഞ്ചായത്തിന്റെ അംഗനവാടികളിലും പായിപ്പാട് പഞ്ചായത്തിന്റെ 7ാം വാർഡിലുള്ള അംഗനവാടികളിലും പോയി പഠിക്കുകയാണ്. ഇതൊരു പരിതാപകരമായ അവസ്ഥയാണ്. ഇതിനൊരു പരിഹാരം കാണുന്നതിന് വേണ്ടി ഞങ്ങൾ പല വിധത്തിൽ പഞ്ചായത്തുമായിട്ടും മെമ്പറുമായിട്ടും ബന്ധപ്പെട്ടു. കഴിഞ്ഞ ഏതാണ്ട് 1 മാസം മുമ്പ് ഇവിടെ ഒരു മീറ്റിംഗ് കൂടുകയും പഞ്ചായത്ത് പ്രസിഡന്റിന്റെ അധ്യക്ഷതയിൽ കൂടുകയുണ്ടായി. ആ യോഗത്തിലെടുത്ത തീരുമാനം, ആ മീറ്റിംഗിലെടുത്ത തീരുമാനം അയൽവക്കത്തു നിന്ന് കരണ്ടും വെള്ളവും എടുത്ത് നമുക്ക് ഉപയോഗിച്ച് നമ്മുടെ അംഗനവാടിയുടെ പ്രവർത്തനം ആരംഭിക്കാവുന്നതാണ്. എന്നാൽ 2 ദിവസം കഴിഞ്ഞപ്പോൾ മെമ്പർ ആ അഭിപ്രായത്തോടെ യോജിക്കുന്നില്ല. മെമ്പർ പറയുന്ന അങ്ങനെ എടുക്കാൻ പറ്റുകയില്ല എന്ന്. പഞ്ചായത്ത് അധികൃതരുടെയും ജനപ്രതിനിധികളുടെയും അനാസ്ഥയാണ് അംഗൻവാടി കെട്ടിടം തുറന്നു കൊടുക്കാത്തതിന് പിന്നിൽ. KCV ന്യൂസ്, ചങ്ങനാശ്ശേരി. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് സംഘടിപ്പിക്കുന്ന ഇന്ത്യ സ്റ്റോറി നാടകയാത്രയ്ക്ക് ശനിയാഴ്ച പൊങ്ങ SNDP ഹാളിൽ സ്വീകരണം നൽകും. തുടർന്ന് ഇന്ത്യ സ്റ്റോറി എന്ന നാടകം അവതരിപ്പിക്കുമെന്നും ഭാരവാഹികൾ വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. മുട്ടാർ ജീവൻ രക്ഷാ സമിതിയും മുട്ടാർ ഗ്രാമപഞ്ചായത്തും ചങ്ങനാശ്ശേരി പ്രത്യാശയും കൈകോർക്കുന്ന കാരുണ്യത്തിന്റെ സ്നേഹസ്പർശം പൊതുധനസമാഹരണം ഞായറാഴ്ച. വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് വിധേയനാകുന്ന പ്രിൻസ് തോമസിന്റെ ചികിത്സയ്ക്കായി പണം കണ്ടെത്തുന്നതിനായിട്ടാണ് ഞായറാഴ്ച ഒരു നാട് ഒന്നായി കൈകോർക്കുന്നത്. പണമില്ലാത്തതിന്റെ പേരിൽ ഒരു ജീവനും നഷ്ടപ്പെടരുത് എന്ന സന്ദേശവുമായിട്ടാണ് മുട്ടാർ ഗ്രാമം ഒന്നായി കൈകോർക്കുന്നത്. ഫെബ്രുവരി 16-ാം തീയതി ഞായറാഴ്ച പഞ്ചായത്തിലെ 13 വാർഡുകളിലും ഒന്നാകെയാണ് ധനസമാഹരണം നടത്തുന്നത്. മുട്ടാർ പഞ്ചായത്തിലെ 10-ാം വാർഡിൽ കൊല്ലംമാലിൽ വീട്ടിൽ തോമസിന്റെയും ലൈസാമയുടെയും മൂത്ത മകൻ 34 വയസ്സുള്ള പ്രിൻസ് തോമസ് കഴിഞ്ഞ 3 വർഷമായി കിഡ്നി സംബന്ധമായ രോഗത്താൽ മരുന്ന് കഴിച്ചും ഡയാലിസിസ് ചെയ്തും കഴിയുകയാണ്. എന്നാൽ കിഡ്നി വീണ്ടും ചുരുങ്ങിയതിനാൽ കിഡ്നി മാറ്റിവെച്ചാൽ മാത്രമേ ജീവൻ നിലനിർത്താൻ കഴിയൂ. ഇതിനായി മാതാവ് കിഡ്നി നൽകാൻ തയ്യാറാണെങ്കിലും ചികിത്സയ്ക്കായി ഭാരിച്ച തുക കണ്ടെത്താൻ നിർധനരായ കുടുംബത്തിന് കഴിയാത്ത സാഹചര്യത്തിലാണ് ചങ്ങനാശ്ശേരി പ്രത്യാശയും മുട്ടാർ ഗ്രാമപഞ്ചായത്തും സംയുക്തമായി മുട്ടാർ ജീവൻ രക്ഷാ സമിതിക്ക് രൂപം നൽകിയത്. സാധാരണ കുടുംബം 500 രൂപയിൽ കുറയാതെയും മറ്റുള്ളവർ അകമഴിഞ്ഞും സഹായിക്കണമെന്ന അഭ്യർത്ഥനയുമായിട്ടാണ് ജീവൻ രക്ഷാ സമിതിയുടെ നേതൃത്വത്തിൽ ഞായറാഴ്ച ധനസമാഹരണം നടത്തുന്നത്. ധനസമാഹരണത്തിന് പ്രത്യാശ ഡയറക്ടർ ഫാദർ സെബാസ്റ്റ്യൻ പുന്നശ്ശേരി, മുട്ടാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K. സുരമ്യ, വൈസ് പ്രസിഡന്റ് മെർലിൻ ബൈജു, ജനറൽ കൺവീനർ ജോസ് മാമൂട്ടിൽ, KP കുഞ്ഞുമോൻ, ബോബൻ ജോസ് തുടങ്ങിയവർ നേതൃത്വം നൽകും. ആലപ്പുഴ ജില്ലാ പഞ്ചായത്തും ജില്ലാ ഭരണകൂടവും സംയുക്തമായി സംഘടിപ്പിച്ചു വരുന്ന വേമ്പനാട് കായൽ പുനരുജ്ജീവനം മെഗാ ക്ലീനിംഗ് ക്യാമ്പയിന്റെ ഭാഗമായി കുട്ടനാട്ടിൽ ക്ലീനിംഗ് ക്യാമ്പയിൻ സംഘടിപ്പിച്ചു. വെളിയനാട് ഗ്രാമപഞ്ചായത്തിലെ 1, 2, 11, 12, 13 വാർഡുകളിലൂടെ കടന്നുപോകുന്ന സഹകരണ സംഘം മുതൽ 67 വരെയും അഴീക്കകം മുതൽ രാമങ്കിരി കടത്തുകടവ് വരെയുമുള്ള നാട്ടുതോട് ക്യാമ്പയിന്റെ ഭാഗമായി ശുചീകരിച്ചു. ശുചീകരണ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ MB പ്രിയ ടീച്ചർ ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ശ്രീകുമാർ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ വൈസ് പ്രസിഡന്റ് PM അഭിലാഷ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം വിശ്വംഭരൻ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ, ഉദ്യോഗസ്ഥന്മാർ തുടങ്ങിയവർ പങ്കെടുത്തു. നീലമ്പേരൂർ ഗ്രാമപഞ്ചായത്തിൽ നടന്ന ക്യാമ്പയിനിൽ ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ MB പ്രിയ ടീച്ചർ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ ആലപ്പുഴ ജില്ലയിൽ വരുന്ന പ്രദേശത്തെ പ്ലാസ്റ്റിക് മാലിന്യങ്ങളും അതേപോലെ തന്നെ പോളയും വാരി ശുദ്ധീകരിക്കുക എന്നുള്ള കാര്യത്തിലേക്കാണ് നമ്മൾ നീങ്ങുന്നത്. വേമ്പനാട്ടുകാലിന്റെ സമീപത്തല്ലാത്ത പഞ്ചായത്തുകളിൽ അവിടെയുള്ള ജലാശയങ്ങളിലെ പ്ലാസ്റ്റിക്കുകൾ മാറ്റി, പോളകൾ മാറ്റി അവിടെയുള്ള ഒഴുക്കുകൾ സാധ്യമാക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. ഏറ്റവും കൂടുതൽ പകർച്ചവ്യാധികളും രോഗങ്ങളും പടർന്നു പിടിക്കുന്ന ഈ സാഹചര്യത്തിൽ അത് ഏറ്റവും കൂടുതൽ പ്രകടമാകുന്നത് നമ്മുടെ കുട്ടനാട് താലൂക്കിലാണ്. ഏറ്റവും കൂടുതൽ ക്യാൻസർ രോഗികളുള്ളത് കുട്ടനാട് താലൂക്കിലാണ്. അതൊക്കെ മുന്നിൽ കണ്ടുകൊണ്ടാണ് നമ്മൾ ഈ ആരോഗ്യപരമായ പ്രവർത്തനങ്ങളിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. നീരൊഴുക്ക് സാധ്യമാക്കി ആ വെള്ളം കുറച്ച് ശുദ്ധീകരിക്കപ്പെട്ടാൽ
സ്വാഭാവികമായിട്ടും കൈകാൽ കഴുകാനും കുളിക്കാനും തുണി കഴുകാനും പാത്രം കഴുകാനും എങ്കിലും ആ വെള്ളം ജനങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയുമെന്നുള്ള വിശ്വാസത്തിലാണ് നമ്മൾ ഈ പ്രവർത്തനമായിട്ട് മുൻപോട്ട് പോകുന്നത്. നീലമ്പേരൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി കെ തങ്കച്ചൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സന്ധ്യാമണി ജയകുമാർ, ഡെപ്യൂട്ടി തഹസിൽദാർ എം ആന്റണി, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ സരിത സന്തോഷ്, ഡോക്ടർ അച്ചു തോമസ്, MD ചന്ദ്രൻ, അച്ചൻകുഞ്ഞ്, സെക്രട്ടറി നവാസ് ബി തുടങ്ങിയവർ സംസാരിച്ചു. ക്യാമ്പയിന്റെ ഭാഗമായി കരുനാട്ടുവാല പത്തിൽക്കടവ് മുതൽ പഴയ 14,000 കായൽ വരെയുള്ള ആറുകളിലെ പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ നീക്കം ചെയ്തു. പുളുങ്ങുന്ന ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ 11, 12, 13 വാർഡുകളെ ബന്ധിപ്പിക്കുന്ന ആശുപത്രി പാലം വട്ടക്കായൽ തോട്ടിലെ പ്ലാസ്റ്റിക്കും മറ്റു മാലിന്യങ്ങളും നീക്കം ചെയ്തു. ആശുപത്രി പാലത്തിന് സമീപം നടന്ന ക്യാമ്പയിന്റെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നീനു ജോസഫ് ഉദ്ഘാടനം ചെയ്തു. ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടറിൻ്റെ നേതൃത്വത്തിൽ നടന്ന മീറ്റിംഗിൽ വേമ്പനാട്ട് കായൽ പുനരുജ്ജീവനവുമായിട്ട് ബന്ധപ്പെട്ട് പ്ലാസ്റ്റിക് നിർമ്മാർജ്ജനവുമായിട്ട് ബന്ധപ്പെട്ടും നമ്മൾ 13, 12, 11 വാർഡുകളിലെ ബന്ധിപ്പിക്കുന്ന തോടുകൾ നമ്മളിന്ന് വാരുകയുണ്ടായി. കുളങ്ങുന്ന് താലൂക്ക് ഹോസ്പിറ്റലിൻ്റെ അവിടെ മുതൽ വേമ്പനാട്ട് കായൽ വട്ടക്കായലിലെത്തുന്നിടം വരെ നമ്മൾ വാരുകയുണ്ടായി. തുടർന്നും ഈ പ്രവർത്തികൾ നല്ല രീതിയിൽ നടക്കുകയും നമ്മുടെ കുളങ്ങുന്ന് ഗ്രാമപഞ്ചായത്ത് എടുക്കുകയും ചെയ്യുന്നു. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മുടെ വള്ളവും ബോട്ടുമൊക്കെ ഒരു പ്രയാസവും കൂടാതെ വട്ടക്കായലിലേക്ക് പോകാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തുടർന്നും ഈ പഞ്ചായത്ത് എടുക്കുമെന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ജോസഫ് മാമ്പൂത്ര, പത്മകുമാർ മനോജ്, സെക്രട്ടറി ആഷ്ലി നായർ, KR ജയകുമാർ, VM വിശ്വനാഥൻ തുടങ്ങിയവർ സംസാരിച്ചു. ചമ്പക്കുളം ഗ്രാമപഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ നടന്ന ശുചീകരണ ക്യാമ്പയിൻ ചമ്പക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജിൻസി ജോളി ഉദ്ഘാടനം ചെയ്തു. ചമ്പക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TG ജലജകുമാരി അധ്യക്ഷത വഹിച്ചു. പള്ളിക്കുട്ടുമ്പ മുതൽ സിവിൽ സ്റ്റേഷൻ വരെയുള്ള AC കനാൽ പദ്ധതിയുടെ ഭാഗമായി ശുചീകരിച്ചു. ദാരിദ്ര്യം കവർന്നെടുത്ത ജീവിതത്തിൽ വർണ്ണങ്ങൾ വിരിയിക്കുന്നതിൽ ചാസിന്റെ പങ്ക് മഹത്തരമാണെന്ന് ചങ്ങനാശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ തോമസ് തറയിൽ. ചാസിന്റെയും അനുബന്ധ പ്രസ്ഥാനങ്ങളുടെയും വജ്ര, സുവർണ, റൂബി ജൂബിലി ആഘോഷങ്ങളുടെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ദാരിദ്ര്യം മൂലം നിലയില്ലാ കയത്തിലേക്ക് താഴ്ന്ന സമൂഹത്തിന് വ്യത്യസ്തവും നൂതനവുമായ പ്രവർത്തനങ്ങളിലൂടെ കൈത്താങ്ങാകുവാൻ കഴിഞ്ഞ 59 വർഷക്കാലത്തെ പ്രവർത്തനങ്ങൾ കൊണ്ട് ചാസിന് കഴിഞ്ഞുവെന്നും മാർ തോമസ് തറയിൽ പറഞ്ഞു. 1966 ഓഗസ്റ്റ് മാസത്തില് പുണ്യശ്ലോകനായ കാവുകാട്ട് പിതാവ് ഇത് ആരംഭിച്ചത്. പിന്നീട് ഒരു സൊസൈറ്റിയായിട്ട് രജിസ്റ്റർ ചെയ്തു. പിന്നെ ഓരോ വർഷങ്ങളിലും ഓരോ കാലഘട്ടങ്ങളിലും പുതിയ പുതിയ സംരംഭങ്ങളും മേഖലകളും ചാസ് സ്വന്തമാക്കുകയായിരുന്നു. അവിടെയെല്ലാം നമുക്ക് കാണാൻ സാധിക്കുന്നത് സാധാരണ ജനത്തിന് അവരുടെ ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനും അവരുടെ ജീവിത സുരക്ഷിതത്വത്തിനുമൊക്കെയായിട്ട് സഭയുടെ കരുതൽ എത്രമാത്രം നൽകാം എന്നുള്ളതിൽ ചാസ് ഒരു വലിയ മാതൃകയായിട്ട് മാറി. നമുക്കാദ്യമൊക്കെ വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള പ്രോജക്റ്റുകൾ മൂലം ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിച്ചു. പ്രത്യേകിച്ച് നമ്മുടെ ഈ നാടിൻ്റെ ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് വേണ്ടി വലിയ വളരെ ജനപ്രിയമായ പദ്ധതികൾ നമുക്ക് നടപ്പിലാക്കാനായിട്ട് സാധിച്ചു. പിന്നീട് നമ്മുടെ നാട്ടിൽ തന്നെയുള്ള സഹകാരികളുടെ ഒക്കെ സഹകരണത്തോടു കൂടിയുള്ള പ്രവർത്തനങ്ങളും ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ചാസ് പ്രസിഡന്റ് ഫാദർ മാത്യു ചങ്ങങ്കരി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ മാർ ജോസഫ് പെരുന്തോട്ടം അനുഗ്രഹ പ്രഭാഷണം നടത്തി. അഡ്വക്കേറ്റ് ജോബ് മൈക്കിൾ MLA, ചങ്ങനാശ്ശേരി മുനിസിപ്പൽ ചെയർപേഴ്സൺ കൃഷ്ണകുമാരി രാജശേഖരൻ, കൗൺസിലർ ബീന ജിജിൻ, ചാസ് ഡയറക്ടർ ഫാദർ തോമസ് കുളത്തുങ്കൽ, ഫാദർ ജോസഫ് പനക്കേഴം, ഫാദർ ജോസഫ് ചേരേട്ട് ചാമക്കാല തുടങ്ങിയവർ സംസാരിച്ചു. ജൂബിലിയോട് അനുബന്ധിച്ച് ചാസ് ആരംഭിക്കുന്ന സോൾ വിത്ത് സോളാർ പദ്ധതിയുടെ ഉദ്ഘാടനം മാർ തോമസ് തറയിലും സുരക്ഷിത കുടിവെള്ളം പദ്ധതിയുടെ ഉദ്ഘാടനം മാർ ജോസഫ് പെരുന്തോട്ടവും ട്രാവൽ ആൻഡ് ടൂറിസം പദ്ധതിയുടെ ഉദ്ഘാടനം വികാരി ജനറൽ ഫാദർ മാത്യു ചങ്ങങ്കരി നിർവഹിച്ചു. തുടർന്ന് കലാസന്ധ്യയും നടന്നു. പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്കും മറ്റ് തൊഴിൽ ചെയ്യാൻ സാധിക്കാത്തവർക്കും ഒരു വരുമാനമാർഗം എന്ന സാമൂഹ്യ നന്മയുടെ ഭാഗമായി ആരംഭിച്ച കേരള ഭാഗ്യക്കുറി പിണറായി സർക്കാർ ഒരു കൂട്ടം മുതലാളിമാരുടെ കുത്തകയാക്കി മാറ്റിയെന്ന് കേരള ലോട്ടറി ഏജന്റ് ആൻഡ് സെല്ലേഴ്സ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് തോമസ് കല്ലാടൻ. ലോട്ടറിയെ സംബന്ധിച്ച് നിലവിലുള്ള മന്ത്രിയും ബോർഡ് ചെയർമാനും സംയുക്ത സമരസമിതിയുടെ പേരിൽ നിൽക്കുന്ന CITUവും അതോടൊപ്പം തന്നെ സംഘടനകളും അവർ സ്വീകരിച്ചു വരുന്ന തെറ്റായ സമീപനങ്ങൾക്കെതിരെയുള്ള ശക്തമായ
ശബ്ദമാണ് ഞങ്ങൾ എപ്പോഴും ഈ രംഗത്ത് വച്ചിട്ടുള്ളത്. കേരളത്തിലെ ആലപ്പുഴക്കാരനായ ബഹുമാനപ്പെട്ട മന്ത്രി ശ്രീ PK കുഞ്ഞിസാഹിബ് ആരംഭം കുറിച്ച കേരളത്തിലെ ലോട്ടറി കേരള സംസ്ഥാനത്ത് വൻകിട കച്ചവടക്കാരെയും സമ്പന്നന്മാരെയും സൃഷ്ടിച്ചെടുക്കുന്നതിന് വേണ്ടിയുള്ള, അവർക്ക് സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പ്രസ്ഥാനമായും അതിനുവേണ്ടി നിലകൊള്ളുന്ന ഗവൺമെൻറ്റും ബോർഡുമായി ഇത് മാറിയിരിക്കുകയാണ്. കേരളം മുഴുവൻ ലോട്ടറികളുടെ വമ്പൻ വിൽപ്പന കേന്ദ്രങ്ങൾ നടത്തുന്നവർക്കും ചില ട്രേഡ് യൂണിയൻ നേതാക്കളുടെ ഏജൻസികൾക്കും അവരുടെ കൂട്ടുകച്ചവടക്കാർക്കും ആവശ്യം പോലെ ലോട്ടറി ടിക്കറ്റ് കിട്ടുന്നു. ഇപ്പോൾ 2024 ഡിസംബർ മാസം നടപ്പാക്കിയ ലോട്ടറി നിയമ ഭേദഗതിയിലൂടെ കേരള സംസ്ഥാന ഭാഗ്യക്കുറിയുടെ കുത്തകവത്കരണം ഏകദേശം പൂർത്തിയായി കഴിഞ്ഞു. കേരള ലോട്ടറിക്ക് നിലവിൽ പ്രിന്റ് ചെയ്യുന്ന ടിക്കറ്റുകളുടെ 3% മാത്രമാണ് സമ്മാനം നൽകുന്നത്. സമ്മാന ഘടന പരിഷ്കരിച്ച 10% ടിക്കറ്റിന് സമ്മാനം നൽകുക, വിൽപ്പനക്കാരുടെ കമ്മീഷൻ വർദ്ധിപ്പിക്കുക. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്തെ കാരുണ്യ ബെലവനന്റ് ഫണ്ട് പോലെയുള്ള പദ്ധതികളിലൂടെ ലോട്ടറി ജനപ്രിയവും ജനകീയമാക്കിയിരുന്നു. ലോട്ടറി വാങ്ങുന്നവർക്ക് സമ്മാനങ്ങളുടെ പേരിൽ പരാതികളില്ലായിരുന്നു. വിൽപ്പന തൊഴിലാളികൾക്ക് വരുമാനത്തിന്റെ പേരിലും പരാതികളില്ലായിരുന്നു. UDF കാലത്ത് വിൽപ്പനക്കാർ ലഭിച്ചിരുന്ന കമ്മീഷൻ ഈ സർക്കാർ 2 പ്രാവശ്യം കുറച്ചു. പുതിയ നിയമ ഭേദഗതി അനുസരിച്ച് കേരള ലോട്ടറി അന്യസംസ്ഥാനത്ത് വിൽപ്പന നടത്തുന്നതിന് വിതരണക്കാരനെ നിയമിക്കാനുള്ള അധികാരം ഡയറക്ടർക്ക് നൽകി. കേരളത്തിന്റെ ലോട്ടറി സംസ്ഥാനത്തിന് പുറത്തു വിറ്റ് അന്യസംസ്ഥാന ലോട്ടറികൾക്ക് കേരളത്തിലേക്ക് കടന്നു വരാനുള്ള വഴി എളുപ്പമാക്കി. കേരള ലോട്ടറിയിലെ കുത്തകളെ വളർത്താൻ വേണ്ടി ഒരു ഏജന്റിന് ഏത് ജില്ലയിൽ നിന്നും ടിക്കറ്റ് എടുക്കുന്നതിനും എത്ര ടിക്കറ്റ് വേണമെങ്കിലും അനുവദിക്കുന്നതിനും 50 ലക്ഷം രൂപ വരെയുള്ള ടിക്കറ്റ് കടമായി നൽകുന്നതിനും ഡയറക്ടറെ അധികാരപ്പെടുത്തി. വലിയ ഏജന്റുമാർക്ക് എത്ര വിൽപ്പനക്കാരെ വേണമെങ്കിലും നിയമിക്കാം. അവർക്ക് ഐഡന്റിറ്റി കാർഡ് നൽകാം. കാർഡില്ലാത്തവർ ടിക്കറ്റ് വിറ്റാൽ ടിക്കറ്റ് പിടിച്ചെടുക്കുന്നതിനും അവരെ തടവിലാക്കുന്നതിനും നിയമം സൃഷ്ടിച്ചു. ഇതൊക്കെ ലോട്ടറി വ്യവസായവൽക്കരിച്ച് കുത്തകളെ ഏൽപ്പിക്കാനുള്ള നടപടികളുടെ ഭാഗമാണ്. 2024 ബജറ്റിൽ സർക്കാരിന്റെ വരുമാനം വർദ്ധിപ്പിക്കാൻ വേണ്ടി പറഞ്ഞിരുന്ന പ്ലാൻ B എന്തായിരുന്നെന്ന് വ്യക്തമാക്കണമെന്നും ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. വാർത്താസമ്മേളനത്തിൽ കേരള ലോട്ടറി ഏജന്റ് ആൻഡ് സെല്ലേഴ്സ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് തോമസ് കല്ലാടൻ, സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് ലജീവ് വിജയൻ, സംസ്ഥാന വൈസ് പ്രസിഡന്റ് ജെയിംസ് അധികാരം, സംസ്ഥാന ജനറൽ സെക്രട്ടറി PR സജീവ് തുടങ്ങിയവർ സംസാരിച്ചു. വടക്കൻ വെളിയനാട് പുതുക്കുളങ്ങര ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ നടന്നു വന്ന 16ാമത് ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞത്തിന് സമാപനം കുറിച്ചുകൊണ്ട് വെള്ളിയാഴ്ച അപൂർവ സ്നാനം നടന്നു. രാവിലെ നിർമ്മാല്യ ദർശനം, അഭിഷേകം, ഉഷപൂജ എന്നീ ചടങ്ങുകളോടെയാണ് പാരായണം ആരംഭിച്ചത്. തുടർന്ന് സ്വർഗാരോഹണം, മഹാപ്രസാദമുട്ട് എന്നിവ നടന്നു. യജ്ഞാചാര്യൻ ഓമനക്കുട്ടൻ പുള്ളിക്കണക്കിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ ഫെബ്രുവരി 1 ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞം ആരംഭിച്ചത്. ചടങ്ങുകൾക്ക് ക്ഷേത്രം പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ നായർ, സെക്രട്ടറി വിനോദ് V നായർ, PK നന്ദകുമാർ, CV അനിൽകുമാർ തുടങ്ങിയവർ നേതൃത്വം നൽകി. ആലപ്പുഴ, കോട്ടയം, പത്തനംതിട്ട ജില്ലകളിലെ വാർത്തകൾക്കും ലൈവ് പ്രോഗ്രാമുകൾക്കുമായി മാന്യപ്രേക്ഷകർ കുട്ടനാട് കേബിൾ വിഷൻ എന്ന ഞങ്ങളുടെ YouTube ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നു സ്വപ്ന ജ്വല്ലറി. അഴകേറും സ്വപ്നങ്ങൾക്ക് നിറവേകും സ്വപ്ന ജ്വല്ലറി, ചങ്ങനാശ്ശേരി. സ്വർണം ഗ്രാമിന് 7,890 രൂപ, പവന് 63,120 രൂപ. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.